നമസ്തേ, സബ്കാ സ്വാഗത്. നമ്മളിപ്പോൾ ഭക്തികാലത്തിൽ നമ്മളെ കബീർദാസ്, സൂർദാസ്, തുളസീദാസ് 3 പേരുടെയും രചനകളാണ് നമ്മൾ കഴിഞ്ഞത്. ഇനി നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പ്രസിദ്ധനായൊരു കവിയാണ് സൂര്യകാന്ത് ത്രിപാഠി നിരാല. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, തോഴ്ത്തി പത്രമൊക്കെ പഠിച്ചിട്ടുണ്ടാവും 8ാം ക്ലാസ്സിൽ. നിരാല ഛായാവാതിലെ വളരെ ഫേമസ് ഉള്ളൊരു കവിയാണ്. ഛായാവാതിൽ പ്രധാനമായിട്ടും 4 കവികളാണ് വരുന്നത്. സൂര്യകാന്ത് ത്രിപാഠി നിരാല, സുമിത്രാനന്ദൻ പന്ത്, ജയശങ്കർ പ്രസാദ്, മഹാദേവി വർമ്മ. നിങ്ങൾ ചിലപ്പോൾ ഇവരെ 4 പേരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇവരെ ഛായാവാദ് കെ ചതുർസ്തംഭ് മാനാ ജാതാ ഹെ. അതായത് 4 നെടുന്തൂണുകളായിട്ട്, ഛായാവാദിലെ 4 നെടുന്തൂണുകളായിട്ട് കണക്കാക്കുന്നത് പന്തിനെ, നിരാലയെ, മഹാദേവി വർമ്മയെ, ജയശങ്കർ പ്രസാദിനെയാണ്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കവിയാണ് ഛായാവാദിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കവിയാണ് നിരാല എന്ന് പറയുന്നത്. ഛായാവാദിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛായാവാദിലെ പ്രേമാനുഭൂതിയം ക വർണ്ണൻ, പ്രകൃതി ക ചിത്രൻ, പ്രകൃതി ക മാനവീകരൺ, അതുപോലെ തന്നെ റൊമാൻറ്റിസം, റുമാനി ഭാവന, ഈ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഛായാവാദിൽ കാണുക. പ്രകൃതിയെ വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുക, മനുഷ്യനുമായിട്ട് കമ്പയർ ചെയ്യുക, കമ്പാരിസൺ, റൊമാൻസ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളൊരു കവിയാണ് നിരാല എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടി, ഒരുപാട് ഇല്ലായ്മകളിൽ കൂടി, കഷ്ടപ്പാടുകൾ കൂടി, ദുഃഖത്തിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ജനിച്ച് 3 വയസ്സാകുമ്പോഴേക്കും അമ്മ മരിച്ചു. അവിടുന്ന് ഒരു 20 വയസ്സോളം ആയ സമയത്ത് അച്ഛനും മരിച്ചു. ലോകമഹായുദ്ധത്തിന് ശേഷം മഹാമാരി, പകർച്ചവ്യാധി, നമ്മൾ കൊറോണയെ പോലെ തന്നെ പകർച്ചവ്യാധി പടർന്നു പിടിച്ച കാലഘട്ടത്തിൽ വീട്ടിലെ മറ്റംഗങ്ങളും മരിക്കേണ്ടായി. അതിനോടൊപ്പം തന്നെ 14 വയസ്സിൽ വിവാഹം കഴിച്ചു. 22 വയസ്സാകുമ്പോഴേക്കും ഭാര്യ മരിച്ചു. അങ്ങനെ ഒരുപാട് ദുഃഖങ്ങളിൽ കൂടി. ഇതിനൊക്കെ പുറമേ അദ്ദേഹത്തിന് ഒരു മകനൊരു മകളാണ് ഉണ്ടായത്. മകള് സരോജ 18 വയസ്സ് പ്രായമായ സമയത്താണ് ആ പെൺകുട്ടി മരിച്ചത്. ആ ഓർമ്മയിൽ ഒരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സരോജ സ്മൃതി എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഒരുപാട് ജീവിതങ്ങളിലെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോയിട്ടുള്ള നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു കവിയാണ് നമ്മുടെ നിരാല എന്ന് പറയുന്നത്. ബഹുമുഖി പ്രതിഭയാണ്. കവിത മാത്രമല്ല, എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കവിയാണ്. അതിന് പുറമെ നമ്മൾ പറയുന്നുണ്ട്, ജീവിതത്തിലെ ഈ വളരെ ബുദ്ധിമുട്ടുള്ള പരിസ്ഥിതിയിൽ കൂടി കടന്നു പോയിട്ടും അദ്ദേഹം സ്വയം അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതിയൊരു സെൻറ്റൻസ് ഉണ്ട്. മേരെ പാസ് ഏക് കവി കി വാണി, ഏക് കലാകാർ കെ ഹാത്ത്, പഹൽവാൻ കി ഛാത്തി और दार्शनिक के पैर है. അപ്പോൾ അദ്ദേഹം സ്വയം ഈ ബുദ്ധിമുട്ടുകളിൽ കൂടിയൊക്കെ കടന്നു പോയാലും അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു സെൻറ്റൻസാണിത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കവിക്ക് വേണ്ട വാക്കുകളുണ്ട്, ഒരു കലാകാരൻ്റെ കൈകളുണ്ട്, ഒരു പട്ടാളക്കാരൻ്റെ നെഞ്ച് വിരിമാറുണ്ട്, അതുപോലെ തന്നെ ഒരു ദാർശനികൻ്റെ കാലുകളുമുണ്ട്. ഇതെല്ലാം ഉണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ നിരാല എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് തന്നെ കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പറയുന്നുണ്ട്, ഒരു രവിവാർ, അതായത് ഒരു ഞായറാഴ്ചയാണ് അദ്ദേഹം ജനിച്ചതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രവി എന്നുള്ള അർത്ഥത്തിൽ, രവി തന്നെ സൂര്യൻ എന്നുള്ള അർത്ഥമാണ്, സൂര്യകുമാർ എന്നുള്ള പേര് അദ്ദേഹത്തിന് ഇട്ടത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നിരാലയെക്കുറിച്ചൊന്ന് നോക്കാം. അദ്ദേഹം പല ഭാഷകൾ, അതായത് ബംഗാളി ഭാഷ, സംസ്കൃത ഭാഷ, അംഗ്രേസി, ഇതൊക്കെ ആദ്യം പഠിച്ചിട്ടുണ്ടതിന് പുറമെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഹിന്ദി പഠിച്ചു. അതുപോലെ ബംഗ്ലാ സംഗീതവും അദ്ദേഹം പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഒരുപാട് കഴിവുള്ളൊരു സാഹിത്യകാരനാണ് നിരാല. നമുക്കൊന്ന് നോക്കാം. സൂര്യകാന്ത് ത്രിപാഠി നിരാല. പണ്ഡിറ്റ് സൂര്യകാന്ത് ത്രിപാഠി നിരാല का जन्म बंगाल के महिषादल राज्य के अंतर्गत मेदिनीपुर जनपद में वसंत पंचमी के दिन 1896 में हुआ था. പണ്ഡിറ്റ് സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ ജനനം എന്ന് പറയുന്നത് ബംഗാളിലെ, പശ്ചിമ ബംഗാളിലെ മഹിഷാദൽ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ മേദിനിപൂർ ജില്ലയിലെ ഒരു വസന്ത പഞ്ചമിയുടെ ദിവസം 1896 ജനിച്ചു എന്നാണ് പറയുന്നത്. പശ്ചിമ ബംഗാളിലെ
മഹിഷാദൽ രാജ്യത്തെ മേദിനിപൂർ എന്ന് പറയുന്ന ജില്ലയിൽ, ജനപദ് എന്ന ഡിസ്ട്രിക്റ്റാണ് ജനപദ്, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. ഇൻകെ പിതാ പണ്ഡിറ്റ് രാം സഹായ് ത്രിപാഠി നൗക്കരി കെ ലിയെ യഹാം ആബസേ തെ. നിരാലയുടെ അച്ഛൻ പണ്ഡിറ്റ് രാം സഹായ് ത്രിപാഠി, അദ്ദേഹം ജോലിയുമായി ബന്ധപ്പെട്ടാണ് അവിടെ വന്ന് താമസിച്ചിരുന്നത്. പശ്ചിമ ബംഗാളിൽ വന്നത് അങ്ങനെയാണെന്ന് പറയുന്നത്. അദ്ദേഹം അവിടെയാണ് ജോലി ചെയ്തിരുന്നത്. ഇൻകെ പൂർവജ് ഉത്തർപ്രദേശ് കെ ഉന്നാവ് ജൻപദ് കെ ഗഡ്കോല ഗാവ് കെ നിവാസി തെ. ഇപ്പം നിരാലയുടെ പൂർവികരൊക്കെ ഉത്തർപ്രദേശിലെ ഉന്നാവ് എന്ന് പറയുന്ന ജില്ലയിലെ ഗഡ്കോല എന്ന് പറയുന്ന ഗ്രാമത്തിലെ താമസക്കാരാണെന്ന് പറയുന്നത്. അപ്പോൾ ജോലി സംബന്ധമായ കാര്യത്തിനാണ്, ജോലി അവിടെ ആയതുകൊണ്ടാണ്, മഹിഷാദൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ മേദിനിപൂർ എന്ന് പറയുന്ന ജില്ലയിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ബംഗാളിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഇവരുടെ പൂർവികരൊക്കെ ഉണ്ടായിരുന്നത് ഉത്തർപ്രദേശിലാണ്, ഉന്നാവ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ ഗഡാകോല എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അവർ താമസിച്ചിരുന്നത്. എനിക്ക് ബച്പൻ ക നാം സൂര്യകുമാർ ത. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പേര് സൂര്യകുമാർ എന്നായിരുന്നു. സൂര്യകാന്ത് ത്രിപാഠി നിരാല എന്നായിരുന്നില്ല, സൂര്യകുമാർ എന്നായിരുന്നു. കാരണം പറയുന്നത് ഒരു രവിവാറിലാണ് അദ്ദേഹം ജനിച്ചത്. ആ രവി എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ സൂര്യകുമാർ എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. ഈ അപ്പനെ പിതാക്കെ ഇക്ലൗത്തെ പുത്രത്തെ, അദ്ദേഹം അച്ഛൻ്റെ ഒരേ ഒരു പുത്രനായിരുന്നു. ഇക്ലൗത്തെ പുത്രത്തെ 14 वर्ष की अल्प आयु में निराला का विवाह मनोहरा देवी के साथ संपन्न हो गया. 14 വയസ്സ് പ്രായമുള്ളപ്പോൾ 14 വർഷയ്ക്ക് അല്പായുമേ, അത് ചെറിയ പ്രായത്തിൽ 14 വയസ്സ് പ്രായമുള്ള സമയത്ത് നിരാല വിവാഹം കഴിച്ചെന്ന് പറയുന്നത് റായ്ബറേലിയിലെ താമസക്കാരിയായ മനോഹര ദേവിയുമായിട്ടാണ് വിവാഹം കഴിഞ്ഞത്. 14 വയസ്സിൽ മനോഹര ദേവിയെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത്. ലേക്കിൻ 1918 में इनकी पत्नी का देहांत हो गया. 1918 നിരാലയുടെ ഭാര്യയായ മനോഹര ദേവി മരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ 14 വയസ്സിൽ കല്യാണം കഴിച്ചു, 1910 കല്യാണം കഴിച്ചു. അവിടുന്ന് 8 വർഷം കൂടി കഴിഞ്ഞ സമയത്ത് ഭാര്യ മരിച്ചു. തബ് നിരാല 22 साल के थे. ഇപ്പോൾ 8 വർഷമാണ് വിവാഹ ജീവിതം നയിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത്. 14 വയസ്സിൽ വിവാഹം കഴിച്ചു, 8 വർഷം കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ചു. അങ്ങനെ 22 വയസ്സ് വരെയാണ്, അതായത് ആ സമയത്ത് ഭാര്യ മരിക്കുന്ന സമയത്ത് നിരാലയ്ക്ക് 22 വയസ്സ് പ്രായമായിരുന്നു. बताया जाता है कि मनोहरा देवी एक सुशिक्षित तथा विदुषी महिला थी. പറയപ്പെടുന്ന കാര്യം ഇങ്ങനെയാണ്, മനോഹര ദേവി ഏക്ക് സുശിക്ഷിത്, മനോഹര ദേവി നല്ല വിദ്യാഭ്യാസമുള്ള, വിദുഷി മഹിള, നല്ല പാണ്ഡിത്യമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഒരുപാട് ഭാഷകൾ അതുപോലെ നല്ല എഡ്യൂക്കേഷനൊക്കെ ഉള്ളൊരു സ്ത്രീയായിരുന്നു മനോഹര ദേവി എന്ന് പറയുന്നത്. അപ്പോൾ മനോഹര ദേവിയാണ് ഹിന്ദി പഠിക്കാനായിട്ട് പ്രേരണ കൊടുത്തത് മനോഹര ദേവി എന്ന് പറയുന്നത്. അതിന് മുൻപ് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത് ബംഗള, അതുപോലെ സംസ്കൃത്, അംഗ്രേസി, ഇതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബംഗള സംഗീതവും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഹിന്ദി പഠിച്ചത് വിവാഹത്തിന് ശേഷമാണ് അവിടെ ഹിന്ദി പഠിച്ചതെന്ന് പറയുന്നത്. നിരാലാക്കോ ഏക് പുത്ര ഓർ ഏക് പുത്രി തി. നിരാലയ്ക്ക് ഒരു പുത്രനും ഒരു പുത്രിയും ഉണ്ടായിരുന്നു. निराला का जीवन अनेक अभावों एवं विपत्तियों का जमावड़ा था. നിരാലയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ഇല്ലായ്മകൾ, ഒരുപാട് ആപത്തുകളിൽ കൂടെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു കൂമ്പാരമായിരുന്നു, ഒരു കൂട്ടമായിരുന്നു, ഒരു കൂമ്പാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടി, ഇല്ലായ്മകളിൽ കൂടിയൊക്കെ, അതായത് കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നു. അച്ഛൻ്റെ മരണശേഷം 20 വയസ്സുള്ള അച്ഛൻ മരിച്ചു, അങ്ങനെ കുടുംബഭാരം മുഴുവൻ തലയിലേറ്റേണ്ടി വന്നു എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബഭാരം ഏറ്റേണ്ടി വന്നപ്പോൾ പ്രൂഫ് റീഡറായിട്ടൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തു എന്ന് പറയുന്നത്. ഒരുപാട് ജോലി അദ്ദേഹം ചെയ്തു എന്നാണ് പറയുന്നത്. निराला का जीवन अनेक अभावों एवं विपत्तियों का जमावड़ा था. इनका व्यक्तित्व करुणा और क्रोध, आत्मसम्मान और विषण्णता, कठोरता और कोमलता, अक्कड़पन और सहजता जैसे विरोधी तत्वों के मिश्रण से बना था. ഈ നിരാലയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ എല്ലാത്തിൻ്റെയും, അതായത് എല്ലാ ഓപ്പോസിറ്റായിട്ടുള്ള എല്ലാ തത്വങ്ങളുടെയും ഒരു മിശ്രണം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ എന്ന് പറയുന്നത്. ഏതൊക്കെ നോക്കാം. കരുണയുടേതായിട്ടുള്ള, ക്രോധത്തിൻ്റേതായിട്ടുള്ളത്, ആത്മാഭിമാനത്തിൻ്റെ, സ്വാഭിമാനിയായിരുന്നു, വിഷണ്ണത എന്ന ദുഃഖത്തിൻ്റെ അവസ്ഥയുണ്ടായിരുന്നു അദ്ദേഹത്തിന്,
കഠോരത വളരെ സ്ട്രോങ് ആയിരുന്നു, അതോടൊപ്പം തന്നെ കോമളത വളരെ സോഫ്റ്റായിട്ട് പെരുമാറിയിരുന്നു. അക്കട്പൻ ആരെയും പേടിയില്ലായിരുന്നു, നിർഭയനായിരുന്നു. അവർ സഹജത സാധാരണക്കാരനായിരുന്നു. അങ്ങനെ എല്ലാ തത്വങ്ങളും, എല്ലാ ഓപ്പോസിറ്റ് തത്വങ്ങളുടെയും ഒരു മിശ്രണമായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്നാണ് ഇവിടെ പറയുന്നത്. ഇൻകാ ശാരീരിക് ഘടൻ അത്യന്ത് ആകർഷക് ഏവം സുഘടിത. അദ്ദേഹത്തിൻ്റെ ശാരീരിക രൂപം എന്ന് പറയുന്നത്, ഘടന എന്ന് പറയുന്നത് വളരെ ആകർഷകമായിരുന്നു, നല്ല സ്ട്രോങ് ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. കത് 6 फुट से अधिक भरा हुआ शरीर, गेहुआ रंग, बुलंद आवाज़ और आंखों में अपेक्षित ഗാംഭീര്യം. കത് 6 फुट से अधिक 6 അടിയേക്കാളും ഉയരം. കത് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്. 6 फुट से अधिक 6 അടിയേക്കാളും ഉയരമുണ്ടായിരുന്നു. ഭരാഹുവ ശരീരം, നല്ല തടിച്ച എന്താ പറയുക, നല്ല ആരോഗ്യമുള്ള ശരീരമായിരുന്നു. ഗേഹുവ രംഗ്, ഗോതമ്പ് നിറമായിരുന്നു. ബുളന്ത് ആവാസ്, നല്ല മുഴക്കമുള്ള സൗണ്ടായിരുന്നു. ആങ്കോമെ അപേക്ഷിത ഗാംഭീര്യ, നല്ല ഗാംഭീര്യമുള്ള കണ്ണുകൾ. അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ കാണാനായിട്ട് ശാരീരികമായിട്ട് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആകർഷകമായിട്ടുള്ള രൂപമായിരുന്നു. 6 അടി ഉയരം, അതിനനുസരിച്ചുള്ള ശരീരം, ഗോതമ്പ് നിറം, അതുപോലെ തന്നെ നല്ല മുഴക്കമുള്ള സൗണ്ട്, കണ്ണുകളിൽ ഗാംഭീര്യം, ഇതൊക്കെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നതാണ്. बढ़िया महीन धोती, कंधे पर रेशमी चादर, बालों में सुगंधित तेल डालकर, हाथ में छड़ी लेकर ये कवि सम्मेलनों में जाया करते थे. बढ़िया महीन धोती, നല്ല മേൽത്തരം, നല്ല വിലയുള്ള എന്താ പറയുക ധോത്തി, മുണ്ട് ധരിച്ച്. കന്ധേ पर रेशमी चादर, ഷോൾഡറിൽ നല്ല സിൽക്കിൻ്റെ ഷാൾ ഉണ്ടായിരിക്കും. ബാലോമേ സുഗന്ധിത് തേൽ ഡാൽക്കർ, മുടിയിലൊക്കെ നല്ല സുഗന്ധമുള്ള എണ്ണയൊക്കെ പുരട്ടിയിട്ടുണ്ടായിരിക്കും. ഹാത്ത് മേ ചടി, കയ്യിൽ വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഈ കവി സമ്മേളനമേ ജായ കർത്തത്തെ, കവി സമ്മേളനങ്ങൾക്ക് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വേഷവിധാനമാണ് പറയുന്നത്. നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സ് ധരിച്ച്, സിൽക്കിൻ്റെ ഷോളൊക്കെ ഇട്ടിട്ട്, നല്ല മണമുള്ള എണ്ണയൊക്കെ പുരട്ടിയിട്ട്, കയ്യിലൊരു വടിയുമായിട്ട്, വാക്കിംഗ് സ്റ്റിക്കുമായിട്ടാണ് അദ്ദേഹം കവി സമ്മേളനത്തിന് പതിവായിട്ട് പോയിരുന്നത്. ജായ കർത്തത്തെ പതിവായിട്ട് അദ്ദേഹം പോയിരുന്നത്. നിരാല की प्रथम कविता जूही की कली 1916 छायावादी की कुछ श्रेष्ठतम कविताओं में പരിഗണിത് की जाती है. ഈ നിരാലയുടെ ഏറ്റവും ആദ്യത്തെ കവിത എന്ന് പറയുന്നത് ജൂഹി കി കലിയാണ്. ഇത് ഛായാവാദത്തിൻ്റെ എല്ലാ വിശേഷതകളോടുകൂടി എഴുതിയിട്ടുള്ള ഒരു രചനയായിട്ട് പറയുന്നത് ജൂഹി കി കലിയാണ്. 1916 ജൂഹി കി കലി അദ്ദേഹം എഴുതിയത്. ഛായാവാദിലെ കുറച്ച് ശ്രേഷ്ഠ, അതായത് മികച്ച കവിതകളിലെ ഒന്നായിട്ട് അതിനെ കണക്കാക്കുന്നുണ്ട് ഏറ്റവും ആദ്യത്തെ കവിതയായ ജൂഹി കി കലി. അതിൽ പ്രകൃതിയെ മാനവീകരണം നടത്തുന്നതാണ് ഇതിൽ കൂടുതൽ കാണുക. റൊമാൻറ്റിക് ഭാവനയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതായത് ജൂഹി കി കലി എന്ന് പറഞ്ഞൊരു മുല്ലമുട്ടാണ്. മുല്ലമുട്ടയിൽ നായികയും കാറ്റവിടെ നായകനുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഛായാവാദത്തിൻ്റെ എല്ലാ പ്രത്യേകതകളോടും എഴുതിയിട്ടുള്ളൊരു കവിതയാണ് ജൂഹി കി കലി എന്ന് പറയുന്നത്. അത് 1916 എഴുതിയിട്ടുള്ളത്. सन 1916 से 1958 तक निराला निरंतर काव्य साधना में तल्लीन रही. അപ്പോൾ 1916 ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ കവിത, ഛായാവാദിലെ കവിത പുറത്തിറങ്ങി. അങ്ങനെ 1916 മുതൽ 1958 വരെ നിരാല നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് കാവ്യരചനയിൽ മുഴുകിയിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഛായാവാദിൽ ആദ്യത്തെ കവിത എന്ന് പറയുന്നത് ജൂഹി കി കലിയാണ്. അങ്ങനെ 16 തൊട്ട് 58 വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് ഒരു 20 വയസ്സ് പ്രായമുള്ളപ്പോൾ തൊട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ കാവ്യ രചനയിൽ അദ്ദേഹം പൂർണ്ണമായിട്ട് മുഴുകി എന്ന് പറയുന്നത്. ഇൻകി കവിതയ്ക്ക് വിഷയമേ പര്യാപ്ത വിവിധത ഹേ. അദ്ദേഹത്തിൻ്റെ കവിതയുടെ വിഷയങ്ങളിൽ അതിനാവശ്യമായിട്ടുള്ള വൈവിധ്യങ്ങൾ കാണാൻ സാധിക്കും. ശൃംഗാർ, പ്രേം, रहस्यवाद, राष्ट्रप्रेम और प्रकृति वर्णन के अतिरिक्त शोषण के विरुद्ध विद्रोह तथा मानव के प्रति सहानुभूति का स्वर इनके काव्य में पाया जाता है. അദ്ദേഹത്തിൻ്റെ കവിതയുടെ വിഷയത്തിൽ വൈവിധ്യം കാണാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ശൃംഗാരം, പ്രേമം, രഹസ്യവാദം,
ദേശസ്നേഹം, പ്രകൃതി വർണ്ണന. ഇതുകൂടാതെ അതിന് പുറമെ ശോഷൻ കെ വിരുദ്ധ, ചൂഷണത്തിന് എതിരായിട്ട് വിദ്രോഹ്, വിപ്ലവം കൊണ്ടുവരാനായിട്ട്, അതുപോലെ തന്നെ മാനവക്കെ പ്രതി സഹാനുഭൂതി, മനുഷ്യനോടുള്ള സഹാനുഭൂതിയുടെ സ്വരം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കാവ്യത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ശോഷൻ കെ വിരുദ്ധ വിദ്രോഹം എന്ന് പറയുന്നത് നമുക്ക് ബാദൽ രാഗം എന്ന് പറയുന്ന ഒരു രചന, മേഘരാഗം, അത് ആ രചന എന്ന് പറയുന്നത് ശരിക്കും പറയണേ ഒരു വിദ്രോഹി കവിതയാണ്. വിപ്ലവാത്മകമായ ഒരു കവിതയായിട്ടാണ് നിരാലയുടെ ബാദൽ രാഗനെ കണക്കാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളിലെ വിഷയങ്ങളിലെ വൈവിധ്യം കാണാൻ പറ്റും. ശൃംഗാരാണെങ്കിൽ അതുണ്ട്, പ്രേമാണെങ്കിൽ ദേശസ്നേഹമുണ്ട്, പ്രകൃതി വർണ്ണന, അങ്ങനെ അതിന് പുറമെ ചൂഷണം നേരിടുന്ന സാധാരണ ജനങ്ങൾ, അവരോട് വിപ്ലവം കൊണ്ടുവരാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന കവിതകൾ, മനുഷ്യരോടുള്ള സഹാനുഭൂതി പ്രകടമാക്കുന്ന കവിതകൾ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റേതായിട്ട് നമുക്ക് കാവ്യത്തിൽ കാണാനായിട്ട് സാധിക്കും. നിരാല അക്കുണ്ട് ഏവം വയസ്ക് ശൃംഗാർ ദൃഷ്ടി തഥാ തൃപ്തിക്ക് കവിഹേ. നിരാല നല്ല ബുദ്ധിയുള്ള, നല്ല പക്വതയുള്ള, ആ പ്രായത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടിൽ കൂടെ, അല്ലെങ്കിൽ ശൃംഗാർ തൃപ്തി, അതിൻ്റെ എല്ലാം തൃപ്തിയുടെയൊക്കെ ഒരു കവിയായിട്ട് അദ്ദേഹത്തെ കണക്കാക്കുന്നു. वसंत ऋतु निराला की प्रिय ऋतु है, पर वसंत से भी अधिक गीत और मुक्तक वर्षा पर इन्होंने लिखे हैं. വസന്തകാലം എന്ന് പറയുന്നത് നിരാല വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണ് വസന്തകാലം എന്ന് പറയുന്നത്. എന്നാൽ വസന്തകാലത്തേക്കാളും കൂടുതലായിട്ട് പാട്ടുകളും അതുപോലെ തന്നെ കാവ്യങ്ങളും വർഷാ ഋതുമേ ഇനോനെ ലിഖേഹെ, വർഷകാലത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വസന്തകാലത്തേക്കാളും കൂടുതൽ രചനകൾ നടത്തിയിട്ടുള്ളത് വർഷകാലത്താണെന്ന് പറയുന്നത്. വസന്തകാലം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സീസണാണെന്നാണ് പറയുന്നത്. നിരാല ദാർശനിക് കവി ബി ഹേ और ഭക്ത കവി ബി ഹേ. നിരാല ദാർശനിക കവിയാണ്, ചിന്തകനാണ്, അതുപോലെ തന്നെ ഭക്ത കവി കൂടിയാണ് നിരാല. മൃത്യു और विषाद पर उनकी बहुत सी കവിതായേ ഹേ. മരണത്തെക്കുറിച്ച്, വിഷാദത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സരോജ സ്മൃതിയൊക്കെ വളരെ ദുഃഖത്തിൻ്റേതായുള്ളൊരു കഥയാണ്. മകളുടെ സരോജയുടെ മരണത്തിന് ശേഷം എഴുതിയിട്ടാണ് സരോജ സ്മൃതി എന്ന് പറയുന്നത്. 18 വയസ്സ് പ്രായമുള്ള ഒരു വിലാപഗാനമായിട്ടാണ്, വിലാപകാവ്യമായിട്ടാണ് സരോജ സ്മൃതിയെ കണക്കാക്കുന്നത്. എനിക്ക് അനേക വിനയക്കെ പദ്ബിഹി, അദ്ദേഹത്തിൻ്റെ അനേകം വിനയത്തിൻ്റേതായിട്ടുള്ള പദങ്ങളും ഉണ്ടെന്ന് പറയുന്നത്. നിരാലാക്കി പ്രതിഭ ബഹുമുഖീതി, വളരെയധികം ഒന്നിലേറെ കഴിവുള്ള, ബഹുമുഖി പ്രതിഭ എന്ന് പറയുന്നത് ഒന്നിലേറെ കഴിവുള്ള ഒരു സാഹിത്യകാരനാണ് നിരാല എന്ന് പറയുന്നത്. കവിത മാത്രമല്ല, ഗദ്യമായാലും പദ്യമായാലും കഹാനിയായാലും രേഖാചിത്രമായാലും സംസ്മരണമായാലും ട്രാൻസ്ലേഷൻ ആയാലും എല്ലാ മേഖലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ കവി മാത്രമല്ല അദ്ദേഹം, അതോടൊപ്പം തന്നെ ബഹുമുഖി പ്രതിഭയാണ്, ഒന്നിലേറെ കഴിവുള്ള ഒരു സാഹിത്യകാരൻ കൂടിയാണ് നിരാല. कविता के अतिरिक्त इन्होंने उपन्यास, कहानियाँ, निबंध, ആലോചന और സംസ്മരൺ भी लिखे हैं. കവിതയ്ക്ക് പുറമെ അദ്ദേഹം നോവൽ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്, ഉപന്യാസങ്ങൾ എഴുതിയിട്ടുണ്ട്, വിമർശന ഗ്രന്ഥങ്ങളുണ്ട്, ഓർമ്മക്കുറിപ്പുകൾ, ഇതെല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എനിക്ക് കുറിച്ച് അനുവാദ കാര്യബീഹെ, അദ്ദേഹം കുറച്ച് ട്രാൻസ്ലേഷൻ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. നമ്മുടെ ട്രാൻസ്ലേഷന് വരുന്ന രാമചരിതമാനസത്തിലെ ബാലകാണ്ഡമൊക്കെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ വിവർത്തനവും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇന്നോനെ സമന്വയ തഥാ മത്വാല പത്രം കാ സമ്പാദൻ ബിക്കിയ, അദ്ദേഹം അതുപോലെ തന്നെ സമന്വയ എന്ന് പറയുന്ന പത്രത്തിലും അതുപോലെ തന്നെ മത്വാല എന്ന് പറയുന്ന പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. എഡിറ്ററായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് കഴിവുള്ള ഒരു സാഹിത്യകാരനായിട്ടാണ് നിരാലയെ പറയുന്നത്. കവി മാത്രമല്ല, എല്ലാ മേഖലയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പത്രപ്രവർത്തകനായിട്ടും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. भावों की विविधता के साथ साथ निराला की कविता में भाषा एवं शैली की विविधता भी पाई जाती है. ഭാവങ്ങളുടെ വൈവിധ്യത്തോടൊപ്പം തന്നെ നിരാലയുടെ കവിതയിലെ ഭാഷ, അതുപോലെ ശൈലി, അതിലെല്ലാം വൈവിധ്യം കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഹിന്ദി കവിത മേ മുക്ത് ചന്ദ് കാ പ്രവർത്തൻ കർണേ കാ ശ്രേയ നിരാല കോ ഹേ. ഹിന്ദി കവിതയിലെ ചന്ദ് മുക്ത് കവിത, അതായത് വൃത്തങ്ങൾ ഇല്ലാതെ അങ്ങനെയുള്ള കവിതകളുടെ ശ്രേയസ്, അതിൻ്റെ കീർത്തി എന്ന് പറയുന്നത് നിരാലയ്ക്കാണെന്ന് പറയുന്നത്. എനിക്ക് അധികാംശ രചനാവുക്കി ഭാഷ സംസ്കൃത ഗർഭിത ഹേ. അദ്ദേഹത്തിൻ്റെ കൂടുതലും മെജോറിറ്റി കൂടുതൽ രചനകളിലും അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയായിട്ടാണ് പറയുന്നത്. സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ടുള്ള ഭാഷയാണ് പറയുന്നത്. കുച്ച് കവിതായും ബോൽചാൽക്കി ഭാഷമേ ബി ലിഖേഹം. കുറച്ച് കവിതകൾ ബോൽചാൽക്കി ഭാഷമേ, സാധാരണ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലും കുറച്ച് കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
ആ പ്രാദേശിക ഭാഷ നമ്മൾ പറയാം. ഇൻകി ഭാഷാമേ ഓജ് ഏവം പ്രസാദ ഗുൺ കാതിക്കഹി, അദ്ദേഹത്തിൻ്റെ ഭാഷയിലെ ഓജസ് അതുപോലെ തന്നെ ഒരു പ്രസാദ ഗുണം, സന്തോഷത്തിൻ്റെതായിട്ടുള്ള ആധിക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. इनके काव्य में छायावाद, रहस्यवाद और प्रगतिवाद तीनों के दर्शन होते हैं. ഇനി അദ്ദേഹത്തിൻ്റെ കാവ്യത്തിലെ ഛായാവാദം കഴിഞ്ഞ് അതിനുശേഷം വരുന്നതാണ് രഹസ്യവാദം പറയുന്നത്. രഹസ്യവാദത്തിൽ പറയുന്നത് കാവ്യ വസ്തു തന്നെയാണ് രഹസ്യവാദത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് അനന്ത് और अज्ञात प्रीतम को आलम्बन बनाकर, അതായത് അനന്ത് और അജ്ഞാത്, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത അജ്ഞാതനായ പ്രീതമനെ അടിസ്ഥാനമാക്കിയിട്ട് വളരെ മനോഹരമായിട്ട് പ്രേമത്തെ വർണ്ണിക്കുന്നതാണ് രഹസ്യവാദിൽ വരുന്നത്. പ്രഗതിവാദിലാണെങ്കിൽ വരുന്നത് കൃഷിക്കാർ, അതുപോലെ തന്നെ തൊഴിലാളികൾ, സ്ത്രീകളുടെ ചൂഷണം, അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ അല്ലെങ്കിൽ അവരുടെ വേദനകൾ, ദളിതരുടെ വിഷമങ്ങൾ, അതുപോലെ തന്നെ ഇതെല്ലാം റൂസ്കി ക്രാന്തിസെ, അതായത് റഷ്യൻ വിപ്ലവമായിട്ട് അതിൽ നിന്ന് അതിൽ നിന്ന് സ്വാധീനം ചെലുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ളതാണ് പ്രഗതിവാദം എന്ന് പറയുന്നത്. തീനോക്കെ ദർശനം ഹോത്തേഹി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാവ്യത്തിലെ ഛായാവാദം കാണാൻ പറ്റും, അതായത് റൊമാൻറ്റിക് പ്രകൃതി ചിത്രം അങ്ങനെ കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ രഹസ്യവാദത്തിൻ്റേതായിട്ടുള്ള കാണാൻ പറ്റും, പ്രഗതിവാദം, ഇത് മൂന്നും കാണാനായിട്ട് സാധിക്കുന്നു. നിരാലാക്കി മൃത്യു 15 അക്ടോബർ 1961 को प्रयाग में हुई. നിരാലയുടെ മരണം 1961 ഒക്ടോബർ 15 പ്രയാഗിൽ, ഭാരതത്തിൽ തന്നെ പ്രയാഗിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറിച്ചൊരു കവി പരിചയമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ബഹുമുഖി പ്രതിഭയാണ്, ഛായാവാദിൽ പ്രമുഖ കവിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ പ്രകാശിത സാഹിത്യമാണ്, അദ്ദേഹത്തിൻ്റെ പബ്ലിഷ് ചെയ്തിട്ടുള്ള സാഹിത്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാവ്യ, അനാമിക, പരിമൾ, ഗീതിക, തുളസീദാസ്, കുകുർമുത്ത, അണിമ, ബേല, നയേ പത്തെ, അർച്ചന, ആരാധന, ഗീതുകുഞ്ച്, സന്ധ്യ, കാകളി. ഇപ്പോൾ സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്, ഹിന്ദിയിൽ മാത്രമല്ല സംസ്കൃതത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളാണ്. അനാമിക എന്ന് പറയുന്നത് 2 സമാഹാരം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിന്. അതിലെ രണ്ടാമത്തെ കവിതാ സമാഹാരത്തിൽ വരുന്നതാണ് നമ്മൾ ഒരു വിലാപ കാവ്യമുണ്ട്, സരോജ സ്മൃതി എന്ന് പറയുന്നത് ഒരു വിലാപ കാവ്യമുണ്ട്. അതുപോലെ തന്നെ രാം കി ശക്തി പൂജ എന്ന് പറയുന്ന ഒരു ലംബി കവിത, ഇത് രണ്ടും ഇതിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്, വിലാപകാവ്യത്തിൽ വരുന്നുണ്ട്. ഈ വിലാപകാവ്യം വരുന്നത് അനാമിക എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലാണ് ഈ കവിതകൾ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാവുന്നതാണ്, ഏതെങ്കിലും നിരാലക്കി പ്രസിദ്ധ 4 കാവ്യ സംഗ്രഹം കാ നാം ലിഖിയ, അല്ലെങ്കിൽ 4 കാവ്യം കാ നാം ലിഖിയ, ഏതെങ്കിലും 4 കവിതകളുടെ പേര് തന്നെ. വിലാപകാവ്യ സരോജ സ്മൃതിയാണ്, ലംബി കവിത എന്ന് പറയുന്നത് രാം കി ശക്തി പൂജയാണ്, തുളസീദാസ് ഉണ്ട്, ഖണ്ഡകാവ്യാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കാവ്യങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ ഉപന്യാസ്, അദ്ദേഹം നോവൽ എഴുതിയിട്ടുണ്ട്. അപ്സര, അളക, പ്രഭാവതി, നിരുപമ, ഉശൃംഖൽ, ചോട്ടി കി പക്കഡ്, കാലേ കാർനാമേ. അപ്പോൾ കാവ്യം, അതുപോലെ തന്നെ നോവലുകൾ, ഒരുപാട് കവിതാ സമാഹാരം ഉണ്ടെന്ന് പറയുന്നത്. അതുപോലെ നോവലുകൾ കുറച്ചുണ്ട്. കഹാനി, ചതുരി ചമാർ, സുകുൾ കി ബീവി, ലിലി, ഇത് 3 കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നിബന്ധ്, എസ്സേ, ഉപന്യാസം എന്ന് പറയും. ചാബുക്ക്, പ്രബന്ധ പത്മ, പ്രബന്ധ പ്രതിമ, പ്രബന്ധ പരിചയ്, അത് ഉപന്യാസങ്ങളാണ്. രേഖാചിത്രം എഴുതിയിട്ടുണ്ട്. ബില്ലേസുർ ബക്രിഹ, തഥാ കുല്ലി പാട്ട് എന്നുള്ള രേഖാചിത്രങ്ങൾ സ്കെച്ച് രൂപത്തിൽ വരുന്നതാണത്, മനസ്സിലെ ഓർമ്മകൾ എടുത്ത് എഴുതുന്നതാണ്. അടുത്തത് ആലോചന, പന്ത് ഔർ പല്ലവ്, രവീന്ദ്ര കവിതാ കാനൻ, വിമർശന ഗ്രന്ഥമാണ് പന്ത് ഔർ പല്ലവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രവീന്ദ്ര കവിതാ കാനൻ, പന്തിൻ്റെ തന്നെ രചനയാണ് പല്ലവ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചൊരു വിമർശനം എഴുതിയിട്ടുണ്ട്. അടുത്തത് നാടക, ശകുന്തള എന്ന പേരുള്ള നാടകം എഴുതിയിട്ടുണ്ട്. ജീവനി, ജീവചരിത്രമാണ്, ബയോഗ്രഫിയാണ്. റാണ പ്രതാപിൻ്റെ, പ്രഹ്ലാദിൻ്റെ, ഭീമൻ്റെ, ധ്രുവ്, ഇവരുടെ 4 പേരുടെ ബയോഗ്രഫി, അതായത് ജീവചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത് കൂടാതെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു അനുവാദം ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ, വിവർത്തനം ചെയ്തിട്ടുണ്ട്. മഹാഭാരത്, ശ്രീകൃഷ്ണ വചനാമൃത്, വിവേകാനന്ദ കെ ഭാഷൻ, ദേവി ചൗധറാണി, കൃഷ്ണകാന്ത് കാ ബിൽ, ആനന്ദമഠ്, ബാലകാണ്ഡ്, രാമചരിതമാനസ്. അപ്പോൾ നമ്മുടെ നിരാല തുളസീദാസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, വിവേകാനന്ദനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് രചനകൾ. ഇവിടെ ട്രാൻസ്ലേഷൻ അദ്ദേഹം നടത്തി. മഹാഭാരതം, സ്വാമി വിവേകാനന്ദൻ്റെ പ്രസംഗം, അതുപോലെ തന്നെ രാമചരിതമാനസിലെ ബാലകാണ്ഡം, ഇതെല്ലാം അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്.
सूर्यकांत त्रिपाठी निराला की प्रसिद्ध कविता है जागो फिर एक बार। इस कविता में हमारे भारतवासियों का जागरण का स्वर हर जगह दिखाई देता है। ഇവിടെ നമ്മുടെ ഭാരതീയരോട് ഉണർന്നെഴുന്നേൽക്കാൻ വേണ്ടിയാണ് ഇവിടെ കവി പറയുന്നത്. ഇവിടെ പ്രകൃതിയുടെ മാധ്യമത്താൽ സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ ചരിത്രപരമായിട്ടും പ്രതീകങ്ങളുടെ മാധ്യമത്താൽ ജനങ്ങളോട് ഉറങ്ങിക്കിടക്കുന്ന സുഖനിദ്രയിൽ ആണ്ടുകിടക്കുന്ന ജനസമൂഹത്തോട് ഉണർന്നെഴുന്നേൽക്കാനും അങ്ങനെ ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാനും അതിൽ പ്രേരണ കൊടുക്കാനും വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ജാഗോ ഫിർ ഏക് ബാർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ദേശവാസികളെ ഭാരതീയരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യമാണ് ഉनके पूर्वजों ने युद्धभूमि में अपना प्राण देकर देश की रक्षा की थी. നമ്മുടെ പൂർവികർ യുദ്ധഭൂമിയിൽ നമ്മുടെ സ്വന്തം പ്രാണൻ ത്യജിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചു. ആ ഓർമ്മ വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു പ്രേരണ കിട്ടി ഉണർന്നെഴുന്നേൽക്കാനായിട്ട് ഒരു ഉയിർപ്പാണ് അദ്ദേഹം. ഉണർന്നെഴുന്നേൽക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. ഭാരതീയരോട് ആഹ്വാനം ചെയ്യുന്ന കാര്യമാണ്. അതായത് ഇന്നത്തെ ചെറുപ്പക്കാരിൽ ദേശസ്നേഹം അതുപോലെ തന്നെ ധൈര്യം ഇത് രണ്ടും ഉണർത്താനായിട്ട് പറ്റുന്ന ഒരു രചനയാണ് ജാഗോ ഫിർ ഏക് ബാർ എന്ന് പറയുന്ന ഈ കവിതയിലേക്ക് നമുക്ക് പോകാം. जागो फिर एक बार, जागो फिर एक बार, प्यारे जगाते हुए हारे सब तारे तुम्हें, अरुण पंग तरुण किरण गिड़ी गोलती है द्वार, जागो फिर एक बार. यहाँ कवि भारतवासियों को संबोधित करके यहाँ कहते हैं हे भारतवासियों तुम एक बार भी फिर जागो, जाग उड़ो എന്നാണ് പറയുന്നത്. ജാഗോ ഫിർ ഏക് ബാർ ഭാരതീയരോട് പറയണേ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എഴുന്നേൽക്കൂ. അപ്പനി നീന്ത് സേ ജാഗോ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറയണം. പ്യാരെ ജഗാത്തെ ഹുയേ ഹാരെ സബ് താരെ തുമേ, ഹാരെ എന്ന് പറഞ്ഞാൽ ധക്കയ ക്ഷീണിക്കുക, സബ് താരെ എന്ന് പറഞ്ഞാൽ എല്ലാ നക്ഷത്രങ്ങളും. ഇവിടെ പറയണേ സബ് താരെ തുമേ ജഗാത്തെ ഹുയേ, എല്ലാ നക്ഷത്രങ്ങളും രാത്രി നമ്മൾ പ്രകാശിച്ച ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് നക്ഷത്രങ്ങൾ ഇങ്ങനെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ രാത്രിയിൽ നക്ഷത്രങ്ങൾ രാത്രി കഴിഞ്ഞ് പിന്നെ പകലായി കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് നമ്മുടെ സൂര്യൻ. ഇവിടെ സൂര്യൻ്റെ കിരണങ്ങളും നമുക്കതിന് വേണ്ടിയിട്ട് കണ്ണ് തുറന്ന് പ്രവർത്തിക്കാനായിട്ട് പ്രേരണ തരുന്ന ഒരു ഘടകം കൂടിയാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം. അരുൺ പങ്ക് എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറത്തിലുള്ള ചിറക്, അതായത് സൂര്യൻ്റെ ചുവപ്പ് കിരണങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. തരുൺ കിരൺ അതായത് നയി കിരൺ സൂര്യക്ക് കിരണേ. ഗഡി ഗോൽത്തി ഹേ ദ്വാർ, തുമേ ജാഗ്രത കർണേക്കേലിയെ ഗഡി ഗോൽത്തി ഹേ, വന്ന് നിൽക്കുക എന്ന് പറയുന്നത്. എവിടെയാണ് പറയുന്നത്? അപ്പനെ ദ്വാർ എന്ന് പറഞ്ഞാൽ കവാടത്തിൽ. അപ്പോൾ നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങാണ്. ഏ താരെ തുമേ ജഗാത്തെ ദഖോഗേ ഹേ, നക്ഷത്രങ്ങൾ നമ്മളെ ഉണർത്തി ക്ഷീണിച്ചു പോയി, അവർ പരാജയപ്പെട്ടു എന്ന് പറയുന്നത്. ये अपने बाल रवि को ये सूर्य की किरणें अपने घर के द्वार पर गड़ी गोलती है, നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നീന്ത് സേ ജാഗ്നെ കെ ലിയെ, തുമാരി ജാഗ്രതി കർണെ കെ ലിയെ, നിങ്ങളെ എഴുന്നേൽപ്പിക്കാനായിട്ട് ഉണർത്താനായിട്ട് സൂര്യക്ക് ലാൽ കിരണേ, അരുൺ രംഗ് കി കിരണേ, സൂര്യൻ്റെ നവീൻ കിരണേ, സൂര്യൻ്റെ പുതിയ കിരണങ്ങൾ, ചുവപ്പ് നിറത്തിലുള്ള കിരണങ്ങൾ എവിടെ കാണാൻ പറ്റും? പൂർവിക്കയോ ദേഖ്തേ സമയം, കിഴക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? സൂര്യക്ക് കിരണേ അപ്പനെ ഗർക്കെ ദ്വാർ പർ ഗഡി ഗോൾത്തി ഹേ, നമ്മുടെ വീടിൻ്റെ കവാടത്തിൽ വന്ന് നിൽക്കുന്നതായിട്ട്, നമ്മളെ എഴുന്നേൽപ്പിക്കാനായിട്ട്, നമ്മളെ ഉണർത്താനായിട്ട് വന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യഹാ കവി കഹത്തെ ഹേ ഭാരതവാസിയോ തും ഏക് ബാർ ഫിർ ജാഗ് ഉഡോ, ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾ സുഖലോലുപതയിലെ നന്നായി ഉറങ്ങി
എന്താ പറയുക, നിങ്ങളെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ പോലും ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞാൽ അവർ പോലും പരാജയപ്പെട്ടു. സൂര്യൻ്റെ കിരണങ്ങൾ നിങ്ങളുടെ വാതിൽപ്പടിയിൽ വന്ന് നിൽക്കുകയാണ്, എന്നിട്ടും നിങ്ങൾ എഴുന്നേൽക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഭാരതീയരായിട്ടുള്ള ആളുകളോട് കവി ആഹ്വാനം ചെയ്യാണ്, ഹേ ഭാരതവാസിയോ തും ഏക് ബാർ ബി ജാഫിർ ജാഗുഡോ, ഒരു പ്രാവശ്യം കൂടി നിങ്ങളൊന്ന് ഉണർന്നെഴുന്നേൽക്കൂ, നമുക്ക് വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടാനായിട്ട് അവിടെ ആഹ്വാനം ചെയ്യണം. ആംഖേം അലിയോം സി കിസ് മധു കി ഗലിയോ മേ ഫസി ബന്ദ് കർ പാംഖേം പീ രഹി ഹേ മധു മൗൻ അഥവാ സോയി കമൽ കോരഗോ മേ ബന്ദ് ഹോ രഹാ ഗുഞ്ചാർ ജാഗോ ഫിർ ഏക് ബാർ. ആംഖേം അലിയോം സി, അലി എന്ന് പറഞ്ഞാൽ ഭ്രമറാണ്, വണ്ട്. അലിയോം സി എന്ന് പറഞ്ഞാൽ ഭ്രമരം കി തര. കിസ് മധു കി ഗലിയോ മേ ഫസി, മധു കി ഗലിയോ മേ ഫസി ഹുയി ഹേ, കിസ് മധു കി ഗലിയോ മേ ബന്ദ് കർ പാംഖേം, പാംഖേം എന്ന് പറഞ്ഞാൽ പങ്ക്, ചിറക്. ഭ്രമർ അപ്പനി പങ്ക് ബന്ദ് കർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പീ രഹി ഹേ മധു മൗൻ, अपने पंख बंद करके मौन रूप से मधु का पान कर रही है, मधु पी रही है. मधु न तैन. अथवा सोई कमल कोरगोमे, कमल कोरगो എന്ന് പറഞ്ഞാൽ കമൽ കെ കലിയോം, കമൽ എന്ന് പറഞ്ഞാൽ താമര, കമൽ ഫൂൽ, കമൽ ഫൂൽ കി കോരഗോമേ, കോരക എന്ന് പറഞ്ഞാൽ പൂമുട്ട്, കലി. ബന്ദ് ഹോ രഹാ ഗുഞ്ചാർ, വണ്ടിൻ്റെ മൂളലാണ് ഗുഞ്ചാർ എന്ന് പറയുന്നത്. ജാഗോ ഫിർ ഏക് ബാർ, ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, തുമാരി യേ ആങ്കെ, നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങുകയാണ് നിങ്ങളുടെ കണ്ണുകൾ. എന്തുപോലെയാണ് പറയുന്നത്, ഭ്രമരം കി തര അലിയോം സി ആങ്കെ, ഭ്രമരം കി തര തുമാരി ആങ്കെ കിസ് മധു കി ഗലിയോ മേ ഫസി ഹുയി ഹേ. ഏത് തേൻ നുകരുന്ന അല്ലെങ്കിൽ നിർവൃതിയിലാണ് നിങ്ങൾ ഇവിടെ മയങ്ങിക്കിടക്കുന്നത്, എന്തിലാണ് നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നത്. കോൺസ മദ് കി ഗലിയോ മേ ഫസി ഹുയി ഹേ തുമാരി ആങ്കേ, നിങ്ങളുടെ കണ്ണുകൾ എങ്ങനെയുള്ള കണ്ണുകളാണ്, ഭ്രമരം കി തര ആങ്കേ, വണ്ടിൻ്റെ കണ്ണുകളെപ്പോലെയുള്ള നിങ്ങളുടെ കണ്ണുകൾ എന്തിലാണ് രാത്രിയുടെ യാമങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ബന്ദ് കർ പാങ്കേ യേ ഭ്രമർ അപ്പന പങ്ക് ബന്ദ് കർക്കേ क्या कर रही है, मधु मौन पी रही है, मौन रूप से मधु पी रही है. ये भ्रमर अपनी आंखों, अपने पंखों को बंद करके मौन रूप से मधु पी रही है എന്ന് പറയുന്നത് വളരെ മൗനമായിരുന്നു കൊണ്ട് ഇവിടെ തേൻ നുകർന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടുകൾ. ഇളകുന്നില്ല, ചിറക് അടച്ചു വെച്ചിട്ട് ചിറകിളകുന്നില്ല, അങ്ങനെ കണ്ണുകൾ അടച്ചുകൊണ്ട് അത് തേൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ മധു അഥവാ സോയി കമൽ കോരഗോമേ, അതല്ലെങ്കിൽ കമൽ കെ ഫൂൽ കെ കലിയോമേ വ സോയി, ചിലപ്പോൾ അത് ഉറങ്ങുകയായിരിക്കും. കണ്ണുകൾ അടച്ചുകൊണ്ട് മൗനമായി ചിറകുകളൊക്കെ പറക്കാതെ അതിലിരുന്നു കൊണ്ട് ചിലപ്പോൾ പൂമുട്ടുകളിൽ ഉറങ്ങുകയായിരിക്കുമെന്നാണ് പറയുന്നത്. ബന്ദ് ഹോ രഹാ ഗുഞ്ചാർ, ഭ്രമരം കി ഗുഞ്ചാർ ബന്ദ് ഹോ രഹാ ഹേ, ആ വണ്ടിൻ്റെ മൂളൽ, വണ്ട് പറക്കുമ്പോഴുണ്ടാകുന്ന ആ സ്വരം, ആ മൂളലൊക്കെ ഇല്ലാതാക്കിയിട്ട് ബന്ദ് ഹോ രഹാ ഗുഞ്ചാർ, കി ഗുഞ്ചാർ ബന്ദ് ഹോ രഹാ ഹേ, ഇവിടെ മൗനമായിരുന്നുകൊണ്ട് ആരും കാണാതെ അവിടെ ഇരുന്ന് തേൻ നുകർന്നുകൊണ്ടിരിക്കുകയാണ് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ന് ആളുകൾ സാംസാരിക് ഭോഗവിലാസമേ പടി ഹുയി ഹേ ഉസ്മേ ഡൂബി ഹുയി ഹേ, അതായത് ഈ ലോക സുഖത്തിൽ മുഴുകിയിരുന്നു കൊണ്ട് രാത്രിയിൽ യാമങ്ങളിലെ സുഖസൗകര്യങ്ങളിൽ സുഖലോലുപതയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഉണർത്താൻ വേണ്ടി കവി പറയുന്നതാണ്, നിങ്ങൾ വണ്ടുകളെപ്പോലെ തേൻ നുകർന്നുകൊണ്ടിരിക്കുകയാണ്, ഏതൊക്കെയോ കുടുക്കളിൽ കുടുങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ മിണ്ടാതെ വളരെ മൗനമായിരുന്നുകൊണ്ട് തേൻ നുകർന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും താമരപ്പൂവിൻ്റെ പൂമുട്ടുകളിൽ ഉറങ്ങുകയായിരിക്കും. അപ്പന ഗുഞ്ചാർ ബന്ധു ഹോരഹ, എൻ്റെ മൂളലൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ ഉറങ്ങുകയായിരിക്കും. ഹേ ഭാരതവാസിയോ തും ഏക് ബാർ ബി ഫിർ ജാഗുഡോ. കവി ഇസ് പ്രകാർ യഹാ ഗാത്തെ ഹേ, കവി പറയുന്ന കാര്യമാണ്. അതായത് ഭാരതവാസികൾ, അതായത് സുഖലോലുപതയിൽ മയങ്ങിക്കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന യുവാക്കന്മാരോട് സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടാനായിട്ട്
പ്രേരണ നൽകിക്കൊണ്ട് പറയുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ വണ്ടിനെ പോലെ മധു നുകർന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് കിടക്കാതെ ഉണർന്നു എഴുന്നേൽക്കാനാണ് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങിയായിരിക്കാം, നിങ്ങൾ സുഖത്തിൽ മുങ്ങിയിട്ട് കിടക്കുന്ന ഈ അവസ്ഥയിൽ അതിൽ നിന്ന് ഉണരാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനമായിട്ടാണ് അത് പറയുന്നത്. अस्ताजल डले रही शशि छवि विभावरी में चित्रित हुई है देख यामिनी गंदा जगी एक टक चगोर कोर दर्शन प्रिय आशा ओम्बरी मौन भाषा बहुभावमयी घेर रहा चांद को भाव से शिशिर बार व्याकुल कुल खुले फूल झुके हुए आया कलियों में मधुर मद उर यौवनुबार जागो फिर एक बार. അസ്താജൽ ഡലേ രവി, രവി എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. രവി അസ്താജൽ ഡലേഹേ, അസ്തമയം, അസ്തമയത്തിലേക്ക് മറയുകയാണ് ചെയ്യുന്നത്. അസ്താജൽ ക്യോർ പശ്ചിം ക്യോർ ഡലേഹേ, രവി സൂര്യ അസ്തമയ ക്യോർ ജാ രഹേ ഹേ, പശ്ചിം ക്യോർ ജാ രഹേ ഹേ. സൂര്യൻ പകൽ കഴിഞ്ഞു, രാത്രിയായി, സൂര്യൻ അസ്തമിക്കാനായിട്ട് പോവുകയാണ്. സൂര്യക്ക് അസ്ത് കെ ബാദ് വഹാ ചാന്ദ് ആയാ ഹേ. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആകാശത്ത് നമ്മൾ കാണാൻ സാധിക്കുക ചന്ദ്രനെയാണ്. ആകാശ് മേ सूर्य दिन बीत गया सूर्य पश्चिम की ओर जा रहे हैं अस्ताजल की ओर जा रहे हैं अस्त होने को सूचित करते हैं. സൂര്യൻ അസ്തമിക്കാന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ശശി ചവി വിഭാവരി മേ, വിഭാവരി എന്ന് പറഞ്ഞാൽ രാത്ത്, രാത്രിയിലെ രാത്മേ. ശശി ചവി, ശശി ചവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാന്ദിക്ക് ചാന്ദിനി, നിലാവ്. ശശി ചവി എന്ന് പറഞ്ഞാൽ നിലാവ്. ചാന്ദിനി, ചന്ദ്രമാക്കി ചാന്ദിനി, ചന്ദ്രൻ്റെ നിലാവ്. രാത് മേ ചിത്രിത് ഹുയി ഹേ ദേക്ക്, എന്താ പറയുന്നത്, രാത് മേ चांद की चांदनी हमें देख सकता है, चित्रित हुई है, विकसित हुई है. യാമിനി ഗന്ധ ജഗി, യാമിനി ഗന്ധ, യാമിനി എന്ന് തന്നെ രാത്രി വിരിയുന്നതാണ്, രാത്രി വിരിയുന്ന പൂക്കളിലെ സുഗന്ധം. യാമിനി ഗന്ധ ഫൂൾ ജാഗ് ഉടി വികസിത് ഹോ ഗയി. ഇപ്പോൾ രാത്രിയായി, നിലാവ് പെയ്യാൻ തുടങ്ങിയപ്പോൾ രാത്രിയിൽ വിരിയുന്ന നല്ല മണത്തോടു കൂടിയ പൂക്കൾ അവിടെ വിരിയാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ പകൽ കഴിഞ്ഞു, രാത്രിയായി, രാത്രിയിൽ നിലാവ് പെയ്യാൻ തുടങ്ങിയപ്പോൾ രാത്രി വിരിയുന്ന പൂക്കൾ എന്ത് ചെയ്തു എന്നത് വികസിത് ഹോകയും, അതെല്ലാം വിരിയാനായിട്ട് തുടങ്ങി. ഏക് ടക് ചകോർ കോർ ദർശൻ പ്രിയം. ചകോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവാക പക്ഷിയാണ്. ചക്രവാക പക്ഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചന്ദ്രനെ പ്രീതമനായിട്ട് കണക്കാക്കുക ചെയ്യുന്നത്. ചന്ദ്രനോട് വളരെ ഇഷ്ടമുള്ളൊരു പക്ഷിയാണ്, ചന്ദ്രനെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു പക്ഷിയാണ് ചകോർ എന്ന് പറയുന്നത്, ചക്രവാക പക്ഷി. ഈ ഏക് ടക്, ഏക് ടക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർനിമേഷം, കണ്ണിമ വെട്ടാതെ. ഏക് ടക് എന്ന് പറഞ്ഞാൽ കണ്ണിമ വെട്ടാതെ. പ്രിയ ദർശൻ, പ്രിയ ദർശൻ കെ ലിയേ, चंद्रमा का दर्शन के लिए, चांद के दर्शन के लिए रहते हैं. चकोर पक्षी की विशेषता ये है, ये चंद्रमा उनके लिए प्रिय है, उसको देखने के लिए वह एक टक देख रहे हैं, उसका दर्शन के लिए रहे हैं. आशाओं से भरी मौन भाषा बहुभावमयी घेर रहा चंद्र को भाव से. चंद्रमा को या चांद को अपने भाव से घेर रहा है, സ്വന്തം ഭാവങ്ങളാൽ അതിനെ വലയം ചെയ്തിരിക്കുകയാണ്. उसकी आशाओं से आसक्तियों से भरी मौन ഭാഷ, അദ്ദേഹത്തിന് ആ പക്ഷിയുടെ ആഗ്രഹങ്ങൾ നിറഞ്ഞിട്ടുള്ള ആ നോട്ടം, അതുപോലെ മൗനമായിട്ടുള്ള ഭാഷ, അതൊരുപാട് ഭാവങ്ങൾ ചന്ദ്രന് ചുറ്റും വലയം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആഗ്രഹത്തിൻ്റേതായിട്ടുള്ള ആശകൾ നിറഞ്ഞിട്ടുള്ള ഒരു നോട്ടമായിട്ടത് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ശിശിർ ഭാർ വ്യാകുൽ കുൽ, ശിശിർ ഋതു കാ ബാർ, ശിശിരകാലത്തിൻ്റെ ഭാരം തലയിലേറ്റിക്കൊണ്ട് വ്യാകുലനായിട്ട്, ദുഃഖിതനായിട്ട്. ഗുലേ ഫൂൽ ജുക്കേ ഹുയേ ആയ കലിയോ മേ മധുർ, വൃക്ഷം കെ ഫൂൽ
अपना सिर नीचे किए झुके हुए हैं. ശിശിരകാലത്തിൻ്റെ ആ ഭാരത്താൽ വ്യാകുലമായിക്കൊണ്ട് ദുഃഖിച്ചുകൊണ്ട് മരങ്ങളിലെ പൂക്കൾ അതെല്ലാം തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥ. ആയ കലിയോമേ മധുർ മദ് ഉർ യൗവൻ ഉബാർ. മദ് ഉർ യൗവൻ ഉബാർ. മദ് ഉർ യൗവൻ എന്ന് പറഞ്ഞാൽ യൗവൻ കി മധുർ മാദകത അല്ലെങ്കിൽ മധുർ യൗവൻ കി മാദകത കലിയോമേ ദേഖ് സക്തേ ഹെ. മധുരമായിട്ടുള്ള യൗവനത്തിൻ്റെ ആ മാദകത്വം എന്ന് പറയുന്നത് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ഓരോ പൂമുട്ടുകളിലും. ജാഗോ ഫിർ ഏക് ബാർ. വീണ്ടും പറയണേ, കവി പറയണേ, ഭാരതീയരെ ഉണർന്നെഴുന്നേൽക്കും. ഇവിടെ പറയണേ, യഹാ सूर्य पश्चिम की ओर जा रहे हैं, अस्ताचल की ओर ढले रहे हैं. यह सूर्य का अस्त की सूचना देता है. सूर्य के अस्तमय के बाद रात में चंद्रमा आई है. चंद्रमा की चांदनी में, उसके प्रकाश में यामिनी गंधा, रात में विकसित होने वाले फूल, ये सब जाग उठती है और विकसित हो गई है. उस समय अपने प्रिय के दर्शन के लिए आदुर चकोर पक्षी चंद्रमा को एकटक देख रहे हैं. अपनी आशाओं से भरी आंखों से देख रहे हैं. मौन भाषा व्यक्त कराने वाली भावमयी रूपों से देख रहा है. ये चंद्र को अपने भाव से घेर रहा है. ചന്ദ്രന് ചുറ്റും ആഗ്രഹങ്ങൾ വലയം ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടത്തോട് കൂടിയിട്ട് ചക്രപക്ഷി പ്രതീക്ഷയോടെ ചന്ദ്രനെ നോക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശിശിർ ബാർ വ്യാകുൽ കുൽ ഗുലേ ഫുൽ ജുക്കേ ഹുയെ. ശിശിരകാലത്തിൻ്റെ ഭാരത്താൽ തലകുനിച്ച് നിൽക്കുന്ന മരങ്ങളുടെ പൂക്കൾ. അതുപോലെ തന്നെ കലിയോമേ മധുർ യൗവൻ കി മാദകത. ഓരോ പൂമുട്ടുകളിലും മധുരമായ യൗവനത്തിൻ്റെ മാദകത നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. ഐസേ വാതാവരൺ മേ ഭാരതവാസിയോं को जाग उड़ाने के लिए കവി कहते हैं. ഈ അവസരങ്ങളിലും ഇങ്ങനെ യൗവനത്തിൻ്റെ മാദകതയിലെ ഉറങ്ങിക്കിടക്കുന്ന ഓരോ പൂമുട്ടുകളെയും എഴുന്നേൽപ്പിക്കാനായിട്ട് ഉണർത്താൻ വേണ്ടിയാണ് കവിയുടെ പറയുന്നത്. यहाँ निराला अपने देशवासियों को, भारतवासियों को याद कराते हैं कि अपने पूर्वजों को युद्ध भूमि में अपना प्राण देकर कैसे देश की रक्षा की. उसी प्रकार नींद में पड़े हुए भारतवासियों को झाग उड़ाने के लिए यहाँ निराला कहते हैं, कवि कहते हैं, उसकी प्रेरणा देते हैं. यहाँ भ्रमरम की तरह अपने आंखें मूंद कर अपने पंखों को बंद करके वहाँ सोने वाले, सुप्त में पड़े रखने वाले, सुगलोलुपदा में, भोग विलास में पड़े रखने वाले मानव को फिर भी जागने के लिए कवि कहते हैं. ये भ्रमरम की तरह किसी प्रकार के प्रलोभन में पड़े हुए हैं, उन भारतवासियों को जगाने के लिए कवि यहाँ कहते हैं. ऐसे वातावरण में शिशिर हृदय के बोझ के कारण वृक्षों में पड़े हुए लगे हुए सारे फूल नीचे की ओर अपना सिर झुके हुए हैं और कलियों में यौवन की मादकता भर रहा है. ऐसे वातावरण में तुम लोगों को, तुम भारतवासियों को एक बार भी फिर भी जाग उड़ाने के लिए कवि यहाँ आह्वान देते हैं. भारतीय नवयुगों में देश प्रेम और वीरता की प्रेरणा जगाने के लिए कवि यहाँ चाहते हैं. इसका जागरण का स्वर इस कविता में हमें देख सकते हैं. थैंक यू.